എന്താണ്? Which constitution article lays down the distribution of work through the union list, state list and concurrent list between the union and state? 246. അതിൻ്റെ ആൻസർ എത്ര? 246. കേൾക്കാമോ? യെസ്, കാണാമല്ലോ. 247 ആർട്ടിക്കിൾ എന്താ പറയുന്നേ? Power of Parliament to provide for the establishment. അതെ, പവർ ഓഫ് പാർലമെന്റ് ടു പ്രൊവൈഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സർട്ടൺ അഡീഷണൽ കോഡ്സ് അല്ലേ? പവർ ഓഫ് പാർലമെന്റ് ടു പ്രൊവൈഡ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സർട്ടൺ അഡീഷണൽ കോഡ്സ്. ചില കോടതികൾ, അഡീഷണൽ കോടതികൾ നിർമ്മിക്കുന്നതിന് വേണ്ടി പാർലമെന്റിന് പ്രത്യേക അധികാരം കൊടുക്കുന്നതാണ് 247. 248ഓ? Residuary powers of legislation. റെസ്യൂജറി പവേഴ്സ് ഓഫ് ലെജിസ്ലേഷൻ. എന്തുവാ റെസ്യൂജറി പവർ? ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിലോ സെൻട്രൽ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ ഉൾപ്പെടാത്ത വിഷയങ്ങളെക്കുറിച്ച്, എന്ത് വിഷയമാണെങ്കിലും ശരി തന്നെ, അതിനെക്കുറിച്ച് നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടി ലെജിസ്ലേച്ചറിന് അധികാരമുണ്ട്. ഇപ്പോൾ ഇൻ്റർനെറ്റ്, IT എന്ന് പറയുന്നത് 1950 ഉണ്ടായിരുന്നില്ല അല്ലേ? അല്ലേ? IT ഡിപ്പാർട്ട്മെൻറ്റ് പുതിയ വിഷയമാണ്, കോവിഡ് പുതിയ വിഷയമാണ്. ഇതിനെയൊക്കെ കുറിച്ച് പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടി എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിന് അധികാരമുണ്ട്. 249 എന്തുവാ? പവർ ഓഫ് പാർലമെന്റ് ടു ലെജിസ്ലേറ്റ് with respect to the matter in the state list in the national interest. ദേശീയ താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന വിഷയങ്ങളിൽ ആർക്ക് ഇടപെടാം? പാർലമെന്റ് ഇടപെടാം. പവർ ഓഫ് ദ പാർലമെന്റ് ലെജിസ്ലേറ്റ് with respect to the matters of state list in the national interest. ദേശീയ താൽപ്പര്യം മുന്നിൽ വെച്ചുകൊണ്ട് സംസ്ഥാന വിഷയങ്ങളിൽ ആർക്കിടപെടാം? പാർലമെന്റ് ഇടപെടാം എന്ന് പറയുന്നതാണ് 249. മനസ്സിലായോ മക്കളെ? യെസ്. അടുത്ത്, ഇൻ ദ യൂണിയൻ ലിസ്റ്റിൽ ഹൗ മെനി സബ്ജക്ട്സ് ആർ ഇൻകോർപ്പറേറ്റഡ്? യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? എത്ര വിഷയങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? എത്ര വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? 98. How many subjects are incorporated in the union list? 98 subjects. ഈ 98 സബ്ജക്റ്റ് ഏതൊക്കെയാണ് എന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. അല്ലെങ്കിൽ 98 സബ്ജക്റ്റിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏതെന്ന് ഇതുവരെ ചോദ്യം ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തൽക്കാലം കുഴപ്പമില്ല. ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഹൗ മെനി സബ്ജക്ട്സ് ആർ ഇൻക്ലൂഡഡ്? എത്ര സബ്ജക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഏതാണ്? 52 സബ്ജക്റ്റ് അല്ലേ? 59 ആണ് സർ. ക്വസ്റ്റ്യൻ എത്ര? 225 അല്ലേ? അല്ല, 224 ആണ്. യെസ്, 224. എത്ര സബ്ജക്റ്റുകളുണ്ട്? 59 സബ്ജക്റ്റ്. ബി ആണ് ഓപ്ഷൻ. ഓക്കെ, 59. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മറിച്ച് നോക്കിയാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സെൻട്രൽ ലിസ്റ്റിനെ കുറിച്ചും യൂണിയൻ ലിസ്റ്റിനെ കുറിച്ച്, സ്റ്റേറ്റ് ലിസ്റ്റിനെ കുറിച്ച്, കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ച് ഒക്കെ ലിസ്റ്റുണ്ട്. ഓക്കെ. 225 ഇൻ ദി കൺകറന്റ് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്താ? യൂണിയൻ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുള്ളതാണ് കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ അവിടെ കുഴപ്പമുണ്ട്. നിലവിൽ യൂണിയൻ ഗവൺമെൻറ് ഒരു നിയമനിർമ്മാണം നടത്തിയാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്താൻ പറ്റില്ല.
പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്തിയാലും പാർലമെൻ്റ് ഒരു നിയമനിർമ്മാണം നടത്തിയാൽ പാർലമെൻറ്റ് നടത്തിയ നിയമനിർമ്മാണമേ നിലനിൽക്കൂ. കേട്ടോ? അതുകൊണ്ടാണ് ഇവിടെ 2019 ഒരു വിദ്യാഭ്യാസ നയം മോഡി ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസം എന്നത് സംസ്ഥാനത്തിന് ലിസ്റ്റ് വന്നാലും കൺകറൻറ്റ് ലിസ്റ്റ് വന്നാലും ശരി തന്നെ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയം മാത്രമേ നിലനിൽക്കൂ എന്ന് പറയുന്നതും ഇത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിന് എതിരാണ് എന്ന് ചില രാഷ്ട്രീയക്കാർ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഏതാണ്? യൂണിയൻ ലിസ്റ്റിൻ്റെ പ്രത്യേകതയാണ്. മനസ്സിലായോ? കൺകറൻറ്റ് ലിസ്റ്റിൻ്റെയും സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെയും പ്രത്യേകത അതാണ്. സെൻട്രൽ ഗവൺമെൻറ് നിയമനിർമ്മാണം കൊണ്ടുവന്നാൽ ഏതേ നിലനിൽക്കുള്ളൂ? സെൻട്രൽ ഗവൺമെൻറ് നിയമമേ നിലനിൽക്കുള്ളൂ. മനസ്സിലായോ? യെസ്. അടുത്തത്, ഇൻ ദി കൺകറൻറ്റ് ലിസ്റ്റ് ഹൗ മെനി സബ്ജക്ട്സ് ആർ ഇൻക്ലൂഡഡ്? കൺകറൻറ്റ് ലിസ്റ്റിൽ എത്ര സബ്ജക്റ്റുകൾ ഉണ്ട്? എത്രയുണ്ട്? 52 സബ്ജക്ട്സ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് എങ്ങനെയുള്ളതാണ്? സ്റ്റേറ്റ് ലിസ്റ്റിനും യൂണിയൻ ലിസ്റ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഒരുപോലെ നിയമനിർമ്മാണം നടത്താവുന്ന ലിസ്റ്റാണ് കൺകറൻറ്റ് ലിസ്റ്റ്. മനസ്സിലായോ? അടുത്ത 226 പറയുന്നത് എന്താ? കോൺസ്റ്റിറ്റ്യൂഷണലി ഹൂ ഹാസ് ദ പവർ ടു മേക്ക് ലോ ഓൺ ദ സബ്ജക്റ്റ് മെൻഷൻ ഇൻ ദ യൂണിയൻ ലിസ്റ്റ്? യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയത്തിന് ഭരണഘടനാപരമായി നിയമനിർമ്മാണം നടത്തേണ്ടത് ആരാണ്? ലോകസഭയാണ്, രാജ്യസഭയാണ്, ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്, പാർലമെൻറ്റാണ്. ആരാണ്? പാർലമെന്റ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ പെടും? പ്രസിഡന്റ് പെടും. പിന്നെ രാജ്യസഭയും ലോക്സഭയും. രാജ്യസഭയും ലോക്സഭയും കൂടെ പെടും. അതുകൊണ്ടാണ് അവർ രാജ്യസഭ ലോക്സഭ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. കേട്ടോ? നമുക്ക് ഈ കാര്യം അറിയാമോ എന്നറിയാൻ വേണ്ടി. പാർലമെന്റ് പെടും. ഓക്കെ. അടുത്തത്, മോഷൻ ഓഫ് നോൺ കോൺഫിഡൻറ്റ് എഗൻസ്റ്റ് ദ ഗവൺമെൻറ് ക്യാൻ ഓൺലി ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഡാഷ്. നോൺ കോൺഫിഡൻറ്റ് മോഷൻ എന്തോന്നാണ്? നോൺ കോൺഫിഡൻറ്റ് മോഷൻ എന്ന് പറഞ്ഞാൽ അവിശ്വാസപ്രമേയം. നിലവിലുള്ള പ്രധാനമന്ത്രിയിൽ ഈ സഭയ്ക്ക് വിശ്വാസമില്ല. സഭയ്ക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ ഈ രാജ്യത്തിന് വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ക്രോസ് വിസ്താരം ചെയ്യുന്ന പരിപാടിയാണ് നോൺ കോൺഫിഡൻറ്റ് മോഷൻ. ഈ നോൺ കോൺഫിഡൻറ്റ് മോഷൻ അവതരിപ്പിക്കണമെങ്കിൽ 50 MP വേണം. 227 no motion of non-confident against the government can only be introduced in the ലോകസഭ. എന്ത് സഭ? ജനസഭ. ലോകസഭ. ലോകസഭയിൽ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ബില്ലിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ഏതാ? അതെ, മണി ബിൽ. അടുത്തത് 228 the first prime minister who resigned after the non-confidence motion. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി നോൺ കോൺഫിഡൻറ്റ് മോഷൻ വിജയിച്ചതോടുകൂടി രാജിവെച്ചു. ആരാണ്? VP സിംഗ്. അയാളുടെ മൊത്തം പേരെന്താണെന്നറിയാമോ? വിശ്വനാഥ പ്രതാപ സിംഗ്. എന്താണ്? വിശ്വനാഥ പ്രതാപ സിംഗ്. ഏത് പാർട്ടിക്കാരനായിരുന്നു? ജനതാദൾ.
ജനതാദൾ VP സിംഗ്, വിശ്വനാഥ പ്രതാപ സിംഗ്. അടുത്തത്, the first chief minister of Kerala who resigned after the non-confident motion. non-confident motion അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതോടുകൂടി രാജിവെച്ച കേരളത്തിലെ ആദ്യത്തെ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി ആരാ? ആർ ശങ്കർ. ആരാണ്? ആർ ശങ്കർ. EMSന്റെ പ്രത്യേകത എന്താ? EMS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, തലവൻ, രൂപീകരിച്ച ആളാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് EMS ഒന്നുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്താണെന്ന് അറിയാം. നരേന്ദ്രനാഥ ദത്ത എന്ന് പറയുന്ന ഒരാളാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുടക്കം കുറിച്ചത്. നരേന്ദ്രനാഥ ദത്ത. EMS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഓക്കെ, ചിലപ്പം ചോദിച്ചൂടായികയില്ല അത്. ദി കോൺഫിഡൻസ് മോഷൻ ഈസ് പ്രസന്റഡ് ബൈ ഡാഷ്. കോൺഫിഡൻസ് മോഷൻ, ദി കോൺഫിഡൻസ് മോഷൻ, നോൺ കോൺഫിഡൻസ് മോഷൻ അല്ല കേട്ടോ. കോൺഫിഡൻസ് മോഷൻ എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്നത് ആരാണ്? ആരാണ് വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്? പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ. കാരണം പ്രൈം മിനിസ്റ്റർ ആണ് സഭയെ നയിക്കുന്നത്. അദ്ദേഹത്തിന് ഒരാശങ്ക വന്നാൽ പ്രതിപക്ഷം നോൺ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിക്കുന്നതിന് മുമ്പേ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യും? വിശ്വാസ പ്രമേയം അവതരിപ്പിക്കും. വിശ്വാസ പ്രമേയം പാസ്സായാൽ പിന്നെ 6 മാസത്തേക്ക് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പറ്റുക. മനസ്സിലായോ? അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് വിശ്വാസ പ്രമേയം അവതരിപ്പിക്കാം. അടുത്തത് 231 231. The term of office of the vice president is dash. വൈസ് പ്രസിഡന്റിന്റെ ഓഫീസിന്റെ കാലാവധി 5 വർഷമാകും. പ്രധാനമന്ത്രിയുടെയും കാലാവധി 5 വർഷമാകും. പ്രസിഡന്റിന്റെയും കാലാവധി 5 വർഷമാകും. വൈസ് പ്രസിഡന്റ് മറ്റൊരു പേരെന്താ? ചെയർമാൻ ഓഫ് രാജ്യസഭ. യെസ്, ചെയർമാൻ ഓഫ് രാജ്യസഭ. The term of office of vice president 5 years. അടുത്തത്, if a money bill is sent to Rajya Sabha after passed by the Lok Sabha, Rajya Sabha shall return the bill within 14 days. Within 14 days. 232 അല്ലേ? 14 ദിവസത്തിനകം അവർ ഒപ്പിട്ടാലും ഇല്ലെങ്കിലും തിരിച്ച് രാജ്യസഭയിൽ അയച്ചു കൊടുക്കും മണി ബിൽ. ആ കോളത്തിലുള്ള നോക്കൂ. വിച്ച് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് കൺസൈൻസ് കീപ്പർ ഓഫ് ഇന്ത്യ സോൾ. ഇന്ത്യയുടെ ആത്മാവിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ആരാണ്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ആ കോടതിയിൽ ഇരുന്നു കൊണ്ടാണ് ചിലരൊക്കെ രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടുകൊണ്ട് വിധി പറയുന്നത്. which is described as the conscience keeper of India's soul. ആത്മാവിൻ്റെ സംരക്ഷകൻ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. How many times has the president declared financial emergency in the country so far? ഇന്ത്യയിൽ ഇന്നേ വരെ എത്ര തവണ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്? പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നെവർ എന്നെഴുതിയിരിക്കുന്നത്. 0 അല്ലെങ്കിൽ നെവർ. അടുത്തത്, ലീഗൽ പ്രൊഫഷൻ ഈ സബ്ജക്റ്റ് ഇൻ ദി കൺകറന്റ് ലിസ്റ്റ്. നമ്മളൊക്കെ പണിയെടുക്കാൻ പോകുന്ന ലീഗൽ പ്രൊഫഷൻ കൺകറന്റ് ലിസ്റ്റിലാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും നിയമം പാസ്സാക്കാം, സെൻട്രൽ ഗവൺമെൻറ്റിനും നിയമം പാസ്സാക്കാം.
When a bill passed by the parliament, parliamentil ഒരു ബില്ല് പാസ്സാക്കിയാൽ, and the president, what is the status of, and the president, what is the status of the name? ആ ക്വസ്റ്റ്യൻ ഒരു കുഴപ്പമുണ്ട്. When a bill is passed by the parliament എന്ന് പറയുന്നത് തെറ്റാണ്. ലോക്സഭ ആൻഡ് രാജ്യസഭ ആൻഡ് ദ പ്രസിഡന്റ് എന്നാണ് വേണ്ടത്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രസിഡന്റും അതിൻ്റെ ഘടകമാണ്. വെൻ ദ ബിൽ ഈസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ്, അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്ത് വേണ്ട? ആൻഡ് പ്രസിഡന്റ് വേണ്ട. വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് ദ നെയിം? ഇറ്റ് ഈസ് കോൾഡ് ലോ. നമ്മൾ പാസ്സാക്കുന്ന നിയമമല്ല, പാസ്സാക്കുന്ന ബില്ലാണ്. ബില്ല് പാസ്സാക്കിയാൽ അതിനെ എന്തെന്ന് വിളിക്കും? നിയമം എന്ന് വിളിക്കും. പാസ്സാക്കിയാൽ ആൻഡ് ദ പ്രസിഡന്റ് ഗീവ് ദ അസെന്റ്, പ്രസിഡന്റിന്റെ കൈപ്പടയിൽ ഒപ്പിടണം. ഒപ്പ് സീലെടുത്ത് പതിക്കാൻ പാടില്ല, കൈപ്പടയിൽ ഒപ്പിടണം. മനസ്സിലായോ? മനസ്സിലായോ? Sir. Which constitutional article lays down distribution of work through the union list, state list, and concurrent list between the union and state? Article 246. The union list, how many subjects are incorporated? 98. 224. In the state list, how many subjects are included? 59. 225. In the concurrent list, how many subjects have been included? 52. 226. Constitutionally, who has the power to make a law on the subject mentionable in the union list? Parliament. 227. Motion of no confidence against the government can only be introduced in the Lok Sabha. 228. The first Prime Minister who resigned after no confidence motion, VP Singh, which is described as the conscience keeper of India's soul, Supreme Court of India. How many times has the President declared financial emergency in the country so far? Never. Legal profession is a subject in the concurrent list. When a bill is passed by the Parliament, what is the status of the name? Law. 229. The first Chief Minister of Kerala who resigned after no confidence motion, R. Shankar. 230. The confidence motion is presented by Prime Minister. 231. The term of office of Vice President is 5 years. 232. If a money bill is sent to the Rajya Sabha after passed by the Lok Sabha, the Rajya Sabha shall return the bill within 14 days. ശിശുമോളെ Sir. വായിക്കൂ. Constitutional article lays down distribution of work through the union list, state list, and concurrent list between the union and the state. 246. 222. In the union list, how many subjects are incorporated? 98. 224. In the state list, how many subjects are included? 59. 225. In the concurrent list, how many subjects have been included? Who has the power to make a law on the subject mentionable in the union list? Parliament. 227. Motion against the government can only be introduced in the Lok Sabha. 228. The first Prime Minister who resigned after no confidence motion, VP Singh, which is described as the conscience keeper of India's soul, Supreme Court of India. How many times has the President declared financial emergency in the country? So far, never. Legal profession is a subject in the concurrent list. When a bill is passed by the Lok Sabha, Rajya Sabha and the President, what is the status of the name? Law. 229. The first Chief Minister of Kerala who resigned after no confidence motion, R. Shankar. 230. The confidence motion is presented by Prime Minister. 231. The term of office of Vice President is 5 years. 232. If a money bill is sent to the Rajya Sabha after passed by the Lok Sabha, the Rajya Sabha shall return the bill within 14 days. യെസ്. അടുത്തെന്താണ്? 233 അല്ലേ?
233 അല്ലേ മക്കളെ? അതെ. ഹൂ ഡിസൈഡ് ദ ബിൽ ഈസ് മണി ബിൽ ഓർ നോട്ട്? ഒരു ബില്ല് മണി ബില്ലാണോ അല്ലാത്ത ബില്ലാണോ എന്ന് നോക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? സ്പീക്കർ ഓഫ് ലോക്സഭ. അടുത്തത് 234. എ രാജ്യസഭാ മെമ്പർ എൻജോയ്സ് ദ ടേം ഓഫ് 6 years. എ രാജ്യസഭാ മെമ്പർ എൻജോയ്സ് ദ ടേം ഓഫ് 6 years. ആ ക്വസ്റ്റ്യൻ അർത്ഥം എന്താ? ഒരു രാജ്യസഭാ മെമ്പർക്ക് എത്ര വർഷം രാജ്യസഭ അംഗമായി തുടരാം? എത്ര വർഷം തുടരാം? 6 വർഷം. ലോകസഭാ മെമ്പറിനോ? 5 വർഷം. 5 വർഷം. നിയമസഭാ അംഗം 5 വർഷം. 5 വർഷം. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എല്ലാം 5 വർഷം. 5 വർഷം. രാജ്യസഭയ്ക്ക് മാത്രം ഒരു എല്ല് കൂടുതലാണ്. ഇൻഡെഫിനിറ്റ് പീരീഡ്. ഇൻഡെഫിനിറ്റ് പീരീഡുമാണ്. ഒരു മെമ്പറിന് 6 വർഷമാണ്. മനസ്സിലായോ? രാജ്യസഭാ മെമ്പറാകാനുള്ള മിനിമം ഏജ് എത്ര? 21. 21. എത്ര അഖില മോളെ? 20. ഒരു രാജ്യസഭാ മെമ്പർ ആവാനുള്ള മിനിമം ഏജ് ലിമിറ്റ് എത്ര? 21. 35. ഇലക്ഷന് നിൽക്കുന്നതാണ് 21. അത് തന്നെ ഇലക്ഷൻ നിൽക്കുന്നത്. എവിടെ ഇലക്ഷൻ നിൽക്കുന്നേ? പഞ്ചായത്തിൽ ഇലക്ഷൻ നിൽക്കുന്നേ 21. പാർലമെന്റ് ഇലക്ഷൻ നിൽക്കുന്നത് എത്ര? 25. നിങ്ങൾ ഇതെന്ത് നോക്കിയാ പഠിക്കുന്നേ? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിക്കുന്നതിൻ്റെ ഏജ് ലിമിറ്റ് 21. ലോകസഭ, നിയമസഭ 25, രാജ്യസഭ 35. മനസ്സിലായോ? മനസ്സിലായല്ലോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്തെങ്കിലും പഠിച്ചുകൊണ്ട് പോകരുത്. കാര്യങ്ങൾ വ്യക്തമല്ലെങ്കിൽ സംഭവം കയ്യിൽ നിന്ന് പോകും കേട്ടോ. വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ലാർജസ്റ്റ് മെമ്പർഷിപ്പ് ഇൻ രാജ്യസഭ? രാജ്യസഭയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ സംഭാവന ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശം. കാരണം എന്താ? അവിടെ ലോകസഭയിലേക്ക് എത്ര മെമ്പർമാരുണ്ട് ഉത്തർപ്രദേശിൽ നിന്ന്? ലോകസഭയിലേക്ക് 80 അംഗങ്ങളുണ്ട്. 80. അതുകൊണ്ട് തന്നെ രാജ്യസഭയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വരുന്നതും ഉത്തർപ്രദേശിൽ നിന്നാണ്. ലക്നൗ ഭരിക്കുന്ന ആരാണോ അയാളാണ് ഡൽഹി ഭരിക്കുന്നത് എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പറയുന്നത്. ലക്നൗ എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം, ഡൽഹി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തലസ്ഥാനം. ലക്നൗ ഭരിക്കുന്ന പാർട്ടിയാണ് ഡൽഹി ഭരിക്കുന്ന പാർട്ടി. മനസ്സിലായോ? വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ ലാർജസ്റ്റ് മെമ്പർസ് ഇൻ രാജ്യസഭ എന്ന് ചോദിച്ചാലും ലോകസഭ എന്ന് ചോദിച്ചാലും ആൻസർ ഉത്തർപ്രദേശാണ്. മനസ്സിലായോ? യെസ്. ദി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ ഈസ് വൈസ് പ്രസിഡന്റ്. The ex officio chairman of Rajya Sabha is vice president. എന്ത് പ്രസിഡന്റ്? വൈസ് പ്രസിഡന്റ്. മനസ്സിലായോ? യെസ്. എക്സ് ഒഫീഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പഴയതാണോ? എക്സ് ഒഫീഷ്യോ എന്ന് പറഞ്ഞാലോ എന്താ? അഞ്ജുഷമോളെ എക്സ് ഒഫീഷ്യോ എന്ന് പറഞ്ഞാൽ എക്സ് ഒഫീഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം കിട്ടുന്നയാൾക്ക് രണ്ടാമത്തെ സ്ഥാനവും കിട്ടും. എക്സ്
ഒഫീഷ്യോ. മനസ്സിലായോ? ചില അമ്മമാർ പറഞ്ഞു കേട്ടില്ലേ കൊച്ചിൻ്റെ അച്ഛനെന്ന്? അങ്ങനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? സാറ് പറഞ്ഞത് കേട്ടില്ല. കൊച്ചിൻ്റെ അച്ഛനെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? കൊച്ചിന്റെ അച്ഛനോ? ആ ആ ആ എൻ്റെ ആരാ? സെക്യുലറിസം. എന്താ അർത്ഥം? മതനിരപേക്ഷത. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന കൊടുക്കുന്നു. സെക്യുലറിസം. ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അഖണ്ഡത. ഇൻറ്റഗ്രിറ്റി. ഓക്കെ. വേർ ആഡഡ് ടു ദ പ്രിയാമ്പിൾ ബൈ 42nd അമെൻമെന്റ് ആക്ട്. അതിനെയാണ് 42nd അമെൻമെന്റ് ആക്ടിനെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, മിനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. കേട്ടോ? അപ്പൊ 86 അത് തന്നെയല്ലേ? 86 അത് തന്നെയല്ലേ? 86ഓ? ആ ശരി, നമുക്ക് അന്നേരം 86 വരുമ്പം പരിഗണിക്കാം. അല്ല, കഴിഞ്ഞ ദിവസം 86 വന്നപ്പോ സാറ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. ആ അതേതാ? ഇത് കേശവാനന്ദ ഭാരതിയുടെ കേസല്ലേ? കേശവാനന്ദ ഭാരതിയുടെ കേസല്ലേ? കേശവാനന്ദയുടെ ഭാരതിയുടെ കേസാന്ന് പറഞ്ഞേ? അല്ല സർ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ അണ്ടർ ആർട്ടിക്കിൾ 21A വാസ് added in the constitution by the Constitution 86th Amendment Act 2002. മിനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറഞ്ഞു. ആ ശരിയാ. ഓക്കെ. ശരി, അടുത്ത നോക്കിയേ. 239 അല്ലേ? പാർട്ട് 4 എന്തുവാ വരുന്നേ? പാർട്ട് 4 എന്തുവാ? DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. 239 അല്ലേ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. Which part of Indian Constitution is called the novel features of Indian Constitution? 240 ഏതാണ്? നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. പാർട്ട് 4 അല്ലേ? പാർട്ട് 3 എന്താ? ഫണ്ടമെന്റൽ റൈറ്റ്സ്. യെസ്, ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശം. ഇനി 241. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡാഷ്. ആരാണ്? ഗവർണർ. ഭരണഘടനാപരമായി ഒരു സംസ്ഥാനത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഗവർണറാണ്. ചീഫ് മിനിസ്റ്റർ എന്ത് ഹെഡാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ്. എന്ത് ഹെഡാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്. എക്സിക്യൂട്ടീവ് ഹെഡ് ആരാണ്? ഫിനാൻസ് മിനിസ്റ്റർ. ചീഫ് സെക്രട്ടറിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഗവർണറാണ്. ജുഡീഷ്യൽ ഹെഡാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോടതി. എന്താണ്? ജുഡീഷ്യൽ ഹെഡ്. മനസ്സിലായോ? ഓത്ത് ഓഫ് ഓഫീസ് ഓഫ് ദി ഗവർണർ ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ഡാഷ്. ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോടതി. ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് ചെല്ലുന്നത്. ജഡ്ജി ഇവിടുന്ന് കാറും എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലും. എങ്ങോട്ട് ചെല്ലും? ഗവർണറുടെ ഓഫീസിലോട്ട് ചെല്ലും. അവിടെ ചെന്നിട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 242. ഓത്ത് ഓഫ് ഓഫീസ് ഓഫ് ദ ഗവർണർ ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. അടുത്തത് 243.
ഹു അപ്പോയിന്റ് ദി അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലെ അപ്പോയിൻമെന്റ് ചെയ്യുന്ന ആരാണ്? 243 Governor. ആരാണ്? ഗവർണർ. Governor. ഗവർണർ. 244 എന്താണ്? ഹു അപ്പോയിന്റ് ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഗവർണറെ അപ്പോയിൻമെന്റ് ചെയ്യുന്ന ആരാണ്? President. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. മനസ്സിലായോ? Sir. എനി ഡൗട്ട്? എനി Yes, ഡൗട്ട്? sir. ഇല്ല. മോള് വായിച്ചേ കേൾക്കട്ടെ. 233. 233. Who decides the bill is a money bill or not? Speaker of Lok Sabha. 234. A Rajya Sabha member enjoys the term of 6 years. 235. Which state has the largest membership in the Rajya Sabha? Uttar Pradesh. 236. The ex officio chairman of the Rajya Sabha, Vice President. 237. First state government to be dismissed under Article 356 of the Indian Constitution, Kerala government. 338. The words socialist, secular, and integrity were added to the preamble by the 42nd Amendment Act. 239. Part 4 of the Indian Constitution deals with the directive principles of state policy. 240. Which part of the Indian Constitution is called as the novel feature of the Indian Constitution directive principles? 241. The constitutional head of the state is governor. 242. Oath of office to the governor is administered by Chief Justice of High Court. 243. Who appoints the Advocate General? 243. Who appoints the governor of the state? President of India. അഞ്ജുഷ മോളെ. Sir. 233. Who decides the bill is a money bill or not? Speaker of Lok Sabha. 234. A Rajya Sabha member enjoys the term of 6 years. 235. Which state has the largest membership in the Rajya Sabha? Uttar Pradesh. 236. The ex officio chairman of the Rajya Sabha, Vice President. 237. First state government to be dismissed under Article 356 of the Indian Constitution, Kerala government. 238. The words socialist, secular, and integrity were added to the preamble by 42nd Amendment Act. Part 4 of the Indian Constitution deals with the directive principles of state policy. 240. Which part of the Indian Constitution is called as the novel features of the Indian Constitution directive principles? 241. The constitutional head of a state is governor. 240. Oath of office to the governor is administered by Chief Justice of High Court. 243. Who appoints the Advocate General? Governor. 244. Who appoints the governor of a state? President. യെസ്. നെക്സ്റ്റ് 245 അല്ലേ? അതെ. 245. The governor gives his resignation letter to dash. ഗവർണർ രാജിവെക്കുമ്പോൾ കത്ത് ആർക്ക് കൊടുക്കണം? ആർക്കാണ്? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. കാരണം എന്താ? ഗവർണർ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മുന്നിലോ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ മുന്നിലോ അല്ല കത്ത് കൊടുക്കുന്നത്. ആരുടെ മുന്നിലാണ്? പ്രസിഡന്റിന്റെ മുന്നിലാണ്. കാരണം എന്താണ്? ഗവർണറിനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ്. അതെ, ഗവർണറാണ്. പ്രസിഡന്റ് ആണ് ഗവർണറോട് പറഞ്ഞ് അവിടെ പോയി പറയുന്ന പണി ചെയ്തിട്ട് വരാൻ, അല്ലേ? അപ്പോൾ ആരാണോ അപ്പോയിൻമെന്റ് ചെയ്ത് അദ്ദേഹത്തിനോട് പറയണം എനിക്ക് ആ പണി ചെയ്യാൻ പറ്റുകയെന്ന്. Which of the following parts of the Indian Constitution deals with the right to property? പ്രോപ്പർട്ടി റൈറ്റിനെ കുറിച്ച് പറയുന്ന പാർട്ട് ഏതാണ്? ഏതാണ്? പാർട്ട് 12.
പാർട്ട് 12 ഏതാണ്? 300A അല്ലേ? 300 എ. അപ്പോൾ മനസ്സിലായോ പാർട്ട് എന്തിന് പഠിക്കണം, ആർട്ടിക്കിൾ എന്തിനാ പഠിക്കേണ്ടതെന്ന് മനസ്സിലായോ? അടുത്ത ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണ്? പ്രതിഭ പാട്ടീൽ. അന്ന് മനോരമയുടെ പത്രത്തിൽ അടിച്ചു വന്ന വാർത്ത ഇങ്ങനെയാണ്: പ്രഥമം ഈ പ്രതിഭ എന്ന്. പ്രഥമം ഈ പ്രതിഭ പാട്ടീൽ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് പദവിയിൽ ഇരുന്ന ഒറ്റയാളുടെ പേരേ അതിനകത്തുള്ളൂ. മനോഹര ഹോൾക്കർ പ്രസിഡന്റ് ആയിട്ടില്ല, സുഷമ സ്വരാജ് പ്രസിഡന്റ് ആയിട്ടില്ല, മീരാകുമാർ പ്രസിഡന്റ് ആയിട്ടില്ല. ഒറ്റയാളെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ അതിനകത്ത്, പ്രതിഭ പാട്ടീലും മാത്രം. ഹു ഈസ് നോമിനൽ ഹെഡ് ഓഫ് ദ പാർലമെന്ററി സിസ്റ്റം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പാർലമെന്ററി സിസ്റ്റത്തിൻ്റെ പേരിനു മാത്രമുള്ള ഹെഡ് ആരാണ്? പ്രസിഡന്റാണ്. 248 ആൻസർ പ്രസിഡന്റ് എന്നാണ്. നോമിനൽ ഹെഡ്. ചിലരൊക്കെ പച്ച മലയാളത്തിൽ പറയുന്നത് റബ്ബർ സ്റ്റാമ്പ് എന്ന് പറയും. പ്രസിഡന്റിന് ഒരു അധികാരവും ഇല്ല, വെറുതെ അവിടെ കസേര കൊടുത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഹു അപ്പോയിൻറ്റ്സ് എ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിൻമെന്റ് ചെയ്യുന്ന ആരാണ്? 249 ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ദി പ്രസിഡന്റ് ക്യാൻ റിമൂവ് ഫ്രം ദ ഓഫീസ് ബൈ ദ പ്രോസസ് ഓഫ് ഡാഷ്. എന്താണ്? ബൈ ദ പ്രോസസ് ഓഫ് ഇംപീച്ച്മെന്റ്. ചാർജ് എന്താണ്? മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി. എവിടെയാ? സുപ്രീം കോടതി ജഡ്ജിമാരുടെയാ. പ്രസിഡന്റിനെതിരെ പ്രസിഡന്റിന്റെ പദവി എന്താണ്? വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനാ തത്വങ്ങളെ ലംഘിച്ചു. വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. മനസ്സിലായോ? മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി എന്ന് പറയുന്നത് എവിടെയാണ്? സുപ്രീം കോർട്ട് ഹൈക്കോടതി ജഡ്ജിമാരെ എടുത്തു മാറ്റുന്നതിനുള്ള ആ ചാർജാണ് മിസ്ബിഹേവിയർ, സ്വഭാവ ദൂഷ്യം. ഇൻകപ്പാസിറ്റി, സമയത്തിന് കേസുകൾ കേട്ട് തീർക്കാനുള്ള കഴിവില്ല. ഇൻകപ്പാസിറ്റി. അടുത്ത് 251. The president may resign his office by writing under his hand addressed to dash. The president may, പ്രസിഡന്റ് വേണമെങ്കിൽ റിസൈൻ ചെയ്യാം, ബൈ ഹിസ് ഓഫീസ്, ബൈ റൈറ്റിംഗ് അണ്ടർ ഹിസ് ഹാൻഡ് അഡ്രസ് ടു ഡാഷ്. പ്രസിഡന്റ് റെസിഗ്നേഷൻ കൊടുക്കുമ്പോൾ ആർക്കാണ് റെസിഗ്നേഷൻ കൊടുക്കേണ്ടത്? ആർക്കാണ്? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ന്യായമായും അത് തന്നെയാണ്, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അവിടെ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? പ്രസിഡന്റിന്റെ ഓഫീസിൽ വേക്കൻ്റ് ആയാൽ ജോലി ചെയ്യേണ്ട ആള് വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിനോട് പറയണം, എനിക്ക് പണി പറ്റില്ല കേട്ടോ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് റെസിഗ്നേഷൻ ആർക്ക് കൊടുക്കണം? വൈസ് പ്രസിഡന്റ് കൊടുക്കണം. വൈസ്. അടുത്ത് ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ദ പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ ഡിസൈഡഡ് ബൈ ഓൺലി സുപ്രീം കോർട്ട്. കേട്ടോ? 252A. Dispute regarding the president and vice president election decided only by Supreme Court. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തർക്കമുണ്ടെങ്കിൽ, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തർക്കമുണ്ടെങ്കിൽ ഒരൊറ്റ കോടതിയെ അത് കേൾക്കാൻ പാടുള്ളൂ. അത് സുപ്രീം കോടതിയാണ്. വേറെ ആർക്കും അധികാരമില്ലാത്തതാണ്. മനസ്സിലായോ? അടുത്തത്
The power of president to keep the bill pending without any action is called dash. എന്തോന്ന്? ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ്. ഏതാണ്? Pocket veto. 253 എന്ത് പറയും? പോക്കറ്റ് വീറ്റോ. ഒരു ബില്ല് ഒപ്പിടാതെയും തിരിച്ചയക്കാതെയും കസ്റ്റഡിയിൽ വെക്കാനുള്ള പ്രസിഡന്റ് അധികാരത്തിനെ പറയുന്ന പേരാണ് പോക്കറ്റ് വീറ്റോ. പോക്കറ്റിൽ കൊണ്ട് നടക്കാം. പോക്കറ്റ് വീറ്റോ. ഒരു ബില്ല് അയച്ച് തന്നിരുന്നു, ശരി ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറയാം. മനസ്സിലായോ? ദ ഹെഡ് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഈസ് ഡാഷ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഹെഡ് ആരാണ്? പ്രസിഡന്റ്. അതുകൊണ്ടാണ് റിപ്പബ്ലിക് ഡേയിൽ സല്യൂട്ട് സ്വീകരിക്കുന്ന പ്രസിഡന്റ് ആണ്, പ്രൈം മിനിസ്റ്റർ അല്ല. The President of India is the head of the Republic of India. അടുത്തത്, the President can grant pardon to convicted person under Article dash. പ്രസിഡന്റിന് ഗ്രാൻഡ് പാഡൻ കൊടുക്കാം. എന്താ? ദയ കൊടുക്കാം. കൺവിക്റ്റഡ് പേഴ്സൺ, ശിക്ഷിക്കപ്പെട്ട വ്യക്തിയെ അണ്ടർ ആർട്ടിക്കിൾ ഡാഷ്. ഏതാണ്? Under Article 72 of the Constitution of India. Under Article 72, President can pardon. 52 എത്രയാ? 52 Article 52 എന്താ പറയുന്നത് അഞ്ജുഷമോളെ? The President of India. Yes, അത് വായിച്ചേ. 52 എന്ത് പറയുന്നു? The President of India, there shall be a President of India. അതാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. there shall be a President of India. ഇന്ത്യക്ക് എന്ത് വേണം? ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം, അല്ലേ? there shall be a President of India. അപ്പോൾ പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? 52 ആണ്. 72 എടുത്ത് നോക്കിയേ. 72. Power of President to grant pardons, etc. and to suspend, remit or commute sentences in certain cases. Yes. അപ്പോൾ പ്രസിഡന്റ് അധികാരങ്ങളെ കുറിച്ച് ഒക്കെ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ ഏത് ഭാഗത്താണെന്ന് നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം വളരെ കൃത്യമായിട്ട് മറികടക്കാം. നോക്കൂ, അപ്പോൾ ചാപ്റ്റർ 1 പാർട്ട് 5 യൂണിയൻ ഓഫ് ഇന്ത്യ, ദ യൂണിയൻ എന്ന് പറയുന്ന ഭാഗത്ത് ചാപ്റ്റർ 1 ദി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഭാഗത്താണ് 52 മുതൽ 78 വരെ വരുന്നത്, അല്ലേ? പ്രസിഡന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും 52 മുതൽ 78 വരെ തീരും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടൊരു ഏകദേശ ധാരണ ഉണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് കറക്കി കുത്താതെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ പ്രസിഡന്റ് ക്യാൻ ഗ്രാന്റ് പാർഡൺ ടു എ കൺവിക്റ്റഡ് പേഴ്സൺ അണ്ടർ ആർട്ടിക്കിൾ 72 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. 72 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പറയുന്നത് എങ്ങനെ? പവർ ഓഫ് ദ പ്രസിഡന്റ്. വായിക്ക്. പവർ ഓഫ് പോയോ? Power of President to grant pardon, etc. and to suspend, remit or commute the sentence in certain cases. ചില കേസുകളിൽ ശിക്ഷ ഇല്ലാതാക്കാൻ, ശിക്ഷ സസ്പെൻഡ് ചെയ്യാൻ, ശിക്ഷ കുറയ്ക്കാൻ ആർക്ക് അധികാരമുണ്ട്? പ്രസിഡന്റിന് അധികാരമുണ്ട്. അഞ്ജുഷ മോള് പോയോ? സാർ, യെസ്, കേൾക്കാവോ? കേൾക്കാം. 161 എടുത്തേ. 161 എന്താ പറഞ്ഞേക്കുന്നേ? പവർ ഓഫ് ദ ഗവർണർ ടു ഗ്രാന്റ് പാർഡൺ ഇൻ സർട്ടൻ കണ്ടിജിയസ് certain etc. and suspend and remit to commute the sentence in certain cases. എന്ന് പറഞ്ഞാൽ 72-ൽ
പ്രസിഡന്റിന് പറഞ്ഞിരിക്കുന്ന അതേ അധികാരമാണ് 161 ഗവർണർക്ക് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? 72 പ്രസിഡന്റും 161 ഗവർണറുമാകും. ഗവർണറും 61 നോക്കിയേ. പ്രൊസീജിയർ ഫോർ ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്ന് പറയുന്നത് എവിടെയാണ്? 61-ലാണ്. അടുത്തത് 256. ഫസ്റ്റ് അവർ ഓഫ് എവറി സിറ്റിംഗ് ഇൻ പാർലമെന്റ് ഈസ് കോൾഡ് ഡാഷ്. എന്തു പറയും? പാർലമെന്റ് തുടങ്ങുമ്പോൾ ആദ്യത്തെ മണിക്കൂറിനെ എന്തു പറയും? ക്വസ്റ്റ്യൻ അവർ എന്ന് പറയും. എന്താ പറ? ക്വസ്റ്റ്യൻ അവർ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയെ, ഭരിക്കുന്ന മന്ത്രിമാരെ ചോദ്യം ചോദിച്ച് ഈ രാജ്യത്തിൻ്റെ വിഷയങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരുന്ന മണിക്കൂറുകളാണ് എന്താണ്? ദ എവരി ഫസ്റ്റ് അവർ ഓഫ് ദ എവരി സിറ്റിംഗ് ഓഫ് ദി പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ എല്ലാ സിറ്റിങ്ങിൻ്റെയും ആദ്യത്തെ മണിക്കൂർ ക്വസ്റ്റ്യൻ അവർ ആകും. അടുത്തത് സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് മീൻസ്. സ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റിക്വയർസ് ആൻ ഓറൽ ആൻസർ. സ്റ്റാർ ഇട്ട ക്വസ്റ്റ്യന് എഴുതി മറുപടി പറഞ്ഞാൽ പോരാ, വാ കൊണ്ട് മറുപടി പറയണം. ഇറ്റ് മീൻസ് റിക്വയർസ് ആൻ ഓറൽ ആൻസർ. ഓക്കെ ഓക്കെ sir. Yes. Okay, sir. Any doubts? ഇല്ല sir. വായിച്ചോ. 245. The governor gives his resignation letter to President of India. 246. Which of the following parts of Indian Constitution deals with right to property? Part 12. 247. The first woman President of India, Pratibha Patil. 248. Who is the nominal head of the parliamentary system in India? President. 249. Who appoints the Chief Election Commissioner? President of India. 250. The President can be removed from office by the process of impeachment. 251. The President may resign his office by writing under his hand address to the India. 252. Disputes regarding presidential, vice presidential election are decided by Supreme Court. 253. The power of the President to keep a bill pending without any action is known as pocket veto. 254. The head of the Republic of India is President of India. 255. The President can grant pardon to a convicted person under which article? Article 72. 256. First hour of every sitting in Parliament is called question hour. 257. Starred question means it requires an oral answer. ജിഷ്ണമോളെ. Sir. Yes. 240. The governor gives his resignation letter to President. 246. Which of the following parts of the Indian Constitution deals with right to property? Part 12. 247. The first woman President of India, Pratibha Patil. 248. Who is the nominal head of the parliamentary system in India? President. 249. Who appoints the Chief Election Commissioner? President. 250. The President can be removed from office by the process of impeachment. The President may resign his office by written under his hand addressed to the Vice President of India. 252. Disputes regarding presidential or vice presidential election are decided by Supreme Court. 253. The power of the President to keep a bill pending without any action is known as pocket veto. 254. The head of the Republic of India is President. 255. The President can grant pardon to a convicted person under which article? Article 72. 256.
First hour of every sitting in Parliament is called question hour. 257. Starred question means it requires an oral answer. Any doubt? ഇല്ല സർ. Jishmole? Illa sir. Yes, next. Unstarred question means. Star illada question, unstarred question means എന്താണ്? It requires a written answer. എഴുതി കൊടുത്താൽ മതി. Starred question means it requires an oral answer. Unstarred question means it requires written answer. എഴുതി കൊടുത്താൽ മതി. വായിച്ചു പഠിച്ചോളൂ. The annual financial statement is first introduced in dash. Annual financial statement നെ എന്ത് പറയും? എന്ത് പറയും മക്കളെ? ബഡ്ജറ്റ് എന്ന് പറയും. എന്ത് പറയും? പോയ ഇല്ല sir, budget. Budget. The annual financial statement is first introduced in ലോകസഭ. സാമ്പത്തിക കാര്യങ്ങളെല്ലാം എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ? ലോകസഭ. Lokasabha. യെസ്. അടുത്തത് ഈ വിധാൻസഭ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? Rajyasabha. വിധാൻസഭ. രാജ്യസഭ തന്നെയല്ലേ? വിധാൻസഭയും വിധാൻ പരിഷത്തും എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുള്ള സഭയാണ് കേട്ടോ. ആ വിധാൻ പരിഷത്ത് മുമ്പ് പഠിച്ചായിരുന്നു. ആ രാജ്യസഭന്റെ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നുണ്ട്. അതെ. The chairman and other members of the UPSC. UPSC എന്ന് പറഞ്ഞാൽ എന്താ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. സെൻട്രൽ ഗവൺമെന്റിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ എടുക്കുന്ന ഇൻഡിപെൻഡന്റ് ഏജൻസിയുടെ പേരാണ് UPSC. Members of UPSC are appointed by dash. ആരാണ്? പ്രസിഡന്റ്. President of India. The tenure of finance commission. ഒരു ഫിനാൻസ് കമ്മീഷന് എത്ര വർഷം ആയുസ് ഉണ്ടാവും? എത്രയാണ്? 5 വർഷം. ഫിനാൻസ് കമ്മീഷൻ. ഹു അപ്പോയിന്റ് ദ ഫിനാൻസ് കമ്മീഷൻ? ഫിനാൻസ് കമ്മീഷനെ അപ്പോയിൻമെന്റ് ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അടുത്തത് at present how many fundamental rights are there in the constitution of India? ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന എത്ര എണ്ണമാണ് നമ്മുടെ ഭരണഘടനയിലുള്ളത്? എത്രയാണ്? 6. മുമ്പ് എത്ര ഉണ്ടായിരുന്നു? 7 ഉണ്ടായിരുന്നു. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. നൗ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്. 11 ഏതാ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. യെസ്, 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടി. Which among the following writ is issued against the judicial or quasi-judicial authorities? ജുഡീഷ്യൽ അതോറിറ്റിക്കെതിരെയും ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിക്കെതിരെയും ഇഷ്യൂ ചെയ്യുന്ന റിട്ടിന്റെ പേരെന്താണ്? സെർഷ്യോററി ആൻഡ് പ്രൊഹിബിഷൻ. സെർഷ്യോററി ആൻഡ് പ്രൊഹിബിഷൻ. അധികാരമില്ലാത്ത ചെയ്യരുത് എന്ന് മാത്രമല്ല, അധികാരമുള്ളത് ചെയ്യുകയും വേണം. അതിനെയാണ് സെർഷ്യോററി ആൻഡ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. അടുത്തത് ദ ഫസ്റ്റ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? MC സെതൽവാദ്. 265 അല്ലേ? ആരാണ്? MC സെതൽവാദ്. അറ്റോർണി ജനറലിന് പറയുന്ന മറ്റൊരു പേരെന്താ? ദ ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ നിയമ ഓഫീസറാണ്. ആരാണ്? അറ്റോർണി ജനറൽ. അദ്ദേഹത്തിന് പാർലമെന്റിലെ 2 സഭകളിലും പോയി എന്ത് ചെയ്യാം? പ്രസംഗിക്കാം. ബില്ലിൽ ഇടപെട്ടുകൊണ്ട് പ്രസംഗിക്കാം. ഓക്കെ, വോട്ട് ചെയ്യാൻ പറ്റുമോ?
ഇല്ല, വോട്ടവകാശമില്ല. ദ സെക്കൻഡ് ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ ആരാണ്? രണ്ടാമത്തെ ഹയസ്റ്റ് ലോ ഓഫീസർ ആരാണ്? സോളിസിറ്റർ ജനറൽ. സോളിസിറ്റർ ജനറൽ. സോളിസിറ്റർ ജനറൽ. ദി ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറൽ. The oldest written constitution in the world. The oldest written constitution in the world. USA. Oldest written constitution. അല്ലേ? USA. അടുത്തത്. The largest democracy in the world. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്, പ്രൈം മിനിസ്റ്റർ. നീതി ആയോഗിന്റെ മുമ്പത്തെ പേരെന്താ? നീതി ആയോഗിന്റെ മുൻകാല പേരെന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. കേട്ടോ, പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നായിരുന്നു അതിന്റെ പേര്. അതിന്റെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദി വന്നപ്പോ മാറ്റി നീതി ആയോഗ് എന്നാണ്. അതിന് മുന്നേ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. നീതി ആയോഗ് ഭരണഘടനാ ബോഡിയാണോ? അല്ല. നീതി ആയോഗിനെ കുറിച്ച് ഭരണഘടനയിൽ പറയുന്നില്ല. Who is known as the father of the പഞ്ചായത്തി രാജ് സിസ്റ്റം ഇൻ ഇന്ത്യ? പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ ഫാദർ, അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. ബൽവന്ത് റായ് മേത്തയാണ് പഞ്ചായത്തി രാജ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുകയും പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. അതിനെ കേരളത്തിൽ പറയുന്ന പേരാണ് ജനകീയ ആസൂത്രണം. അതുകൊണ്ട് കേരളത്തിലെ ചില അണ്ണന്മാർ പറഞ്ഞു നടക്കുന്നത് ജനകീയ ആസൂത്രണം കൊണ്ടുവന്നത് കേരളം ഭരിക്കുന്ന പാർട്ടിയാണെന്നാണ്. പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ജനകീയ ആസൂത്രണം വരുന്നത്. അല്ല, കേരളത്തിലെ പാർട്ടി ഓഫീസിൽ തീരുമാനിച്ച കാര്യമല്ല, ഇന്ത്യയുടെ പാർലമെൻറ്റിൽ തീരുമാനിച്ച കാര്യമാണ്. Who is known as the father of Panchayati Raj system in India? Balwant Rai Mehta. The most popular and effective platform of conducting social audit in India is called Grama Sabha. എന്ത് സഭ? ഗ്രാമസഭ. ഗ്രാമസഭ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന്റെ സെക്ഷൻ 3 വരുന്നത്. പഞ്ചായത്തി രാജ് ആക്ട് 1994 സെക്ഷൻ 3 ഗ്രാമസഭയെക്കുറിച്ച് പറയുന്നത്. The National Unity Day is observed to make the tribute to which national leader സർദാർ വല്ലഭായ് പട്ടേൽ. ദേശീയ ഐക്യ ദിനം, the National Unity Day is observed to make the tribute to the national leader. ഏത് ദേശീയ നേതാവിൻ്റെ കുറിച്ചാണ്? നാഷണൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് നാഷണൽ യൂണിറ്റി ഡേ ആഘോഷിക്കുന്നത്. ആരുടെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. എനി ഡൗട്ട്? ഇല്ല സർ. അഖില മോളെ, ഇല്ല. യെസ്, വായിക്കൂ. 258 മുതൽ വായിക്കൂ. 258. Unstart question means it requires a written answer. 259. The annual financial statement
is first introduced in Lok Sabha. 260. The chairman and other members of UPSC are appointed by President of India. 261. The tenure of Finance Commission 5 years. 262. Who appoints the Finance Commission? President of India. 263. At present, how many fundamental rights are there in the Indian Constitution? 6. 264. Which among the following writ is issued against judicial or quasi-judicial authorities? Certiorari prohibition. 265. The first Attorney General of India, M.C. Setalvad. 266. The second highest law officer of India, Solicitor General. 267. The highest law officer of state, Advocate General. 268. The oldest written constitution in India, in the world, USA. 269. Largest democracy in the world, India. The chairman of Niti Aayog, Prime Minister, who is known as the father of Panchayati Raj in India, Balban Rai Mehta. The most popular and effective platform for conducting social audit in India, Gram Sabha. The National Duty Day is observed to make the tribute to which national leader? Sardar Vallabhbhai Patel. വിഷ്ണുമോൾ വായിച്ചേ. Sir. 258. Unstart question means it requires a written order. 259. The annual financial statement is first introduced in Lok Sabha. 260. The chairman and other members of the UPSC are appointed by President. 261. The tenure of Finance Commission 5 years. 262. Who appoints the Finance Commission? President. 263. At present, how many fundamental rights are there in the Indian Constitution? 6. 264. Which among the following writ is issued against judicial or quasi-judicial authorities? Certiorari and prohibition. 265. The first Attorney General of India, M.C. Setalvad. 266. The second highest law officer of India, Solicitor General. 267. The highest law officer of a state, Advocate General. 268. The oldest written constitution in the world, USA. 269. Largest democracy in the world, India. The chairman of Niti Aayog, Prime Minister, who is known as the father of Panchayati Raj in India, Balwant Rai Mehta. The most popular and executive platform for conducting social audit in India, Gram Sabha. The National Unity Day is observed to make the tribute to which national leader? Sardar Vallabhbhai Patel. യെസ്. എനി ഡൗട്ട്? ഇല്ല സാർ. 1 മണിക്കൂറായി. തുടങ്ങാം. സാർ. യെസ്. ഇപ്പോൾ അടുത്ത 270. ദ ലാൻഡ് ഓഫ് മോഡേൺ ഡെമോക്രസി. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ? ജനാധിപത്യം. യെസ്. ദ ലാൻഡ് ഓഫ് മോഡേൺ ഡെമോക്രസി എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഏതാണ് മക്കളെ? ബ്രിട്ടൻ. ബ്രിട്ടൻ. ബ്രിട്ടനെ എന്നറിയപ്പെടുന്നത് യുണൈറ്റഡ് കിങ്ഡം എന്നാണല്ലേ? ആ രാജ്യം ഇപ്പോൾ മോഡേൺ ഡെമോക്രസി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത്, ദ ബുക്ക് വിച്ച് ഈസ് നോൺ ആസ് ദ ബൈബിൾ ഓഫ് മോഡേൺ ഡെമോക്രസി. ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? ഏതാണ്? സോഷ്യൽ കോൺട്രാക്ട്. സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന പുസ്തകത്തിനെയാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത്. ബൈബിളിൻ്റെ അർത്ഥം വേദപുസ്തകം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ കേട്ടോ. വേദപുസ്തകം, ബൈബിൾ. ദി കൺട്രി വിച്ച് ഈസ് നോൺ ആസ് ദ ഹൗസ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി.
ഡയറക്റ്റ് ഡെമോക്രസി എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? നേരിട്ടുള്ള ജനാധിപത്യം. ഏതാണ് മക്കളെ? സ്വിറ്റ്സർലാൻഡിൽ ജനപ്രതിനിധികളില്ല, ജനങ്ങൾക്ക് നേരിട്ട് പോയി പങ്കെടുക്കാം. നമ്മുടെ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. ജനങ്ങൾക്ക് പറയാനുള്ളത് എംപിമാരും MLA-മാരും വാർഡ് മെമ്പർമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ പറയും. അതിനെയാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുന്നത്. സ്വിറ്റ്സർലൻഡിനെ പറയുന്നത് ഡയറക്റ്റ് ഡെമോക്രസി എന്നാണ്. The shortest written constitution in the world. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന ഏതാണ്? US. ലോകത്തിലെ ഏറ്റവും സമ്പത്തുള്ള രാജ്യത്താണ് ഏറ്റവും ചെറിയ ഭരണഘടനയുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യത്താണ് ലോകത്ത് പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. 73rd Amendment of Indian Constitution deals with the dash. പഞ്ചായത്തി രാജ് സിസ്റ്റം. 73ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇതിനെക്കുറിച്ച് ബന്ധപ്പെട്ടതാണ്. പഞ്ചായത്തി രാജിനെ കുറിച്ചുള്ളതാണ്. 74 നഗരപാലികയെ കുറിച്ചുള്ളതാണ്. പറയുന്ന കേൾക്കുന്നുണ്ടോ? Yes. The 73rd Amendment of the Constitution of India deals with Panchayati Raj system. The 74th Amendment deals Nagarapalika. Nagarapalika എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ആൻഡ് കോർപ്പറേഷൻ. അടുത്തത് 65th Amendment of Indian Constitution 1990 deals with the dash. 65th 65ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. 65ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടി ദേശീയ തലത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും ഒരു ദേശീയ കമ്മീഷൻ വന്നു. 97ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 2011 which came into force on the 12th January 2012 deals with the dash. ഏതാണ്? deals with cooperative society. അത് സഹകരണ സംഘങ്ങളെ കുറിച്ചുള്ളതാണ്. ഇനി പറയുന്ന കുറച്ച് കോളത്തിൽ അമെൻമെൻറ്റുകളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. 100ാമത് അമെൻമെൻറ്റ് 100th Amendment related to exchange of certain enclave territories with Bangladesh and conformment with Bangladesh and conformment of the citizens' rights, residents of the enclaves, consequent to signing of the Land Boundary Agreement LBA treaty between India and Bangladesh. 100ാമത് ഭരണഘടനാ ഭേദഗതി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തികളെക്കുറിച്ചും അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷതയെക്കുറിച്ചും ബന്ധപ്പെട്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു ഭേദഗതിയാണ്. 101ാമത്തെ ഭേദഗതി ദ അമെൻമെൻറ്റ് റിലേറ്റഡ് ടു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ GST. 101ാമത്തെ ഭരണഘടനാ ഭേദഗതി GSTയുമായി ബന്ധപ്പെട്ടതാണ്. 102 ദ 102nd അമെൻമെൻറ്റ് ഹാവ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. OBCയുടെ നാഷണൽ കമ്മീഷന് ഭരണഘടനാപരമായ സാധുത കൊടുക്കുന്നു. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കും. 103 ദ അമെൻമെൻറ്റ് ഗേവ് 10% റിസർവേഷൻ ടു എക്കണോമിക്കലി ബാക്ക്വേർഡ് പീപ്പിൾ എമംഗ് ദ ജനറൽ കാറ്റഗറി.
ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര മുതലായ ഉയർന്ന ജാതിയിൽ ജനിച്ചു എന്ന് സങ്കല്പിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തുന്നതാണ് എക്കണോമിക് റിസർവേഷൻ എന്ന് പറയുന്നത്. എക്കണോമിക്കലി ബാക്ക്വേർഡ് പീപ്പിൾ എമംഗ് ജനറൽ കാറ്റഗറി. ഇത് നമ്മൾ കാണാതെ പഠിച്ചേ പറ്റൂ. 103 ഭരണഘടനാ ഭേദഗതിയാണ് കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 277. വിച്ച് അമെൻമെൻറ്റ് ആക്ട് ഈസ് നോൺ ആസ് ദ മിനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്? ഏത് അമെൻമെൻറ്റിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്നറിയപ്പെടുന്നത്? ഏതാണ് മക്കളെ? 42nd അമെൻമെൻറ്റ്. അഞ്ജുഷ മോളെ, ഇപ്പം വ്യക്തമായോ ക്വസ്റ്റ്യൻ? 86 അല്ലല്ലേ? 86 അല്ല. അപ്പൊ പറഞ്ഞപ്പോ അബദ്ധം പറ്റിപ്പോയതായിരിക്കും. 42nd അമെൻമെന്റ് ഈസ് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. ഈ ക്വസ്റ്റ്യൻ ബാക്കിലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരു തവണ പഠിപ്പിച്ച പുസ്തകമല്ലേ ഇത്. 42nd അമെൻമെന്റ് ഈസ് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് എന്തിനാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935-നെയാണ്. മനസ്സിലായോ? യെസ്. ദ അമെൻമെന്റ് ആക്ട് which provide for the 3-tier system of പഞ്ചായത്തി രാജ് in every state is എത്രയാണ്? 73rd. മനസ്സിലായോ? 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ് 3-tier ഗവൺമെന്റൽ സിസ്റ്റം, പഞ്ചായത്തി രാജ് സിസ്റ്റം ഇന്ത്യയിൽ നടപ്പാക്കിയത്. മനസ്സിലായോ? ഓക്കെ. യെസ്. വിച്ച് അമെൻമെന്റ് മെയ്ഡ് എലമെന്ററി എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്? എലമെന്ററി എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഏതാണ്? 86th അമെൻമെന്റ് ആണ്. അതിനെ 21 A എന്നാണ് പറയുന്നത്. എന്താണ്? 21 A. ഓക്കെ. റെഡി? The minimum age required to become a member of ലോകസഭ എത്രയാണ്? 25. 21 എവിടെയാണ്? ബ്ലോക്ക് ഗ്രാമ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ 21. 35 എവിടെയാണ്? രാജ്യസഭ 35. എനി ഡൗട്ട്സ്? ഇല്ല സാർ. അഖിലമോൾ എവിടെ? അഖിലമോളെ പോയാ? (270) Land of Modern Democracy, Britain. 271. The book which is known as the Bible of Modern Democracy, Social Contract. 272. The country which is known as the House of Direct Democracy, Switzerland. 273. The shortest written constitution in the world, USA. 274. 73rd Amendment of Indian Constitution deals with Panchayati Raj. 275. 65th Amendment of Indian Constitution 1990 deals with the National Commission for SC and ST. 276. കേൾക്കല്ലേ സർ? യെസ് യെസ് യെസ്. എന്താന്നറിയോ, ഒരു കോള് വരുന്നുണ്ട്, അത് കട്ടാക്കി കഴിഞ്ഞപ്പോ അതുകൊണ്ടായിരിക്കും കേൾക്കാതെ നേരത്തെ. അതന്നെ.
276. 97th Constitutional Amendment Act 2011, which came into force on 12th January 2012, deals with cooperative societies. 100th Amendment related to exchange of certain enclave territories with Bangladesh and enforcement of citizenship rights to residents for enclaves consequent to signing of land boundary agreement treaty between India and Bangladesh. The 101st Amendment relates to Goods and Services Tax Bill. The 102nd Amendment gave constitutional status to the National Commission for Backward Classes. The 103rd Amendment gave 10% reservation to economically backward people among the general category. 277, which Amendment Act is known as the Mini Constitution of India 42nd. 278, the Amendment Act which provide for 3 Panchayati Raj in every state. 73rd. 279, which amendment made the elementary education a fundamental right. 86th. 280, the minimum age required to become a member of the Lok Sabha is 25. Yes, Jismole. Sir. Yes. 270. Land of Modern Democracy, Britain. 271. The book which is known as the Bible of Modern Democracy, Social Contract. 272. The country which is known as the House of Direct Democracy, Switzerland. 273. The shortest written constitution in the world, USA. 274. The Amendment of Indian Constitution deals with the Panchayati Raj. 74 Nagarpalika. 275 65th Amendment of Indian Constitution 1990 deals with the National Commission for SC and STs. 276 97th Constitutional Amendment Act 2011, which came into force on 12th January 2012, deals with cooperative societies. New info. 100th Amendment related to exchange of certain enclave territories with Bangladesh and conferment of citizenship rights to residents of enclaves consequent to signing of land boundary agreement LBA treaty between India and Bangladesh. The 101st Amendment related to Goods and Services Tax Bill GST. The 102 Amendment gave constitutional status to the National Commission for Backward Classes. The 103rd Amendment gave 10% reservation to economically backward people among the general category. 277, which Amendment Act is known as the Mini Constitution of India, 42nd Amendment. 278, the Amendment Act which provide for 3-tier system of Panchayati Raj in every state, 73rd Amendment. 279, which amendment made the elementary education a fundamental right, 86th Amendment. The minimum age required to become a member of the Lok Sabha is 25. Any doubts? ഇല്ല സർ. അടുത്ത പേജിലേക്ക് പോവാം. 281. മിനിമം ഏജ് റിക്വയർഡ് ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എത്രയാ? 35. രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായം എത്രയാ? 35. അത് കണക്ട് ചെയ്ത് പഠിക്കണം. മിനിമം ഏജ് റിക്വയർഡ് ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ 35. ശരി, പക്വതയുള്ളവരൊക്കെ ഇരുന്നാൽ മതി എന്നാ പറയുന്നത് കേട്ടോ. ദ മിനിമം ഏജ് റിക്വയർഡ് ടു ബിക്കം ദ മെമ്പർ ഓഫ് രാജ്യസഭ 35. ആ ക്വസ്റ്റ്യൻ അടുത്തടുത്ത് കിടക്കണുണ്ടോ? ഹൂ ആക്ട് ആസ് ദ ഗാർഡിയൻ ഓഫ് ദ പ്രിവിലേജ് ഓഫ് ലോക്സഭാ മെമ്പേഴ്സ്. ലോക്സഭാ മെമ്പറുടെ പ്രിവിലേജ് ഗാർഡ് ചെയ്യുന്നത് ആരാണ്?
ആരാണ് മക്കളെ? Speaker. സ്പീക്കർ ഓഫ് ലോക്സഭ. രാജ്യസഭയിലുള്ള ആളുടെ പേരെന്താ? സ്പീക്കർ എന്നാണോ? Chairman. ചെയർമാൻ. നിയമസഭയിലുള്ളത് സ്പീക്കറോ ചെയർമാനോ? പാർലമെന്റില് നിയമസഭയുടെ കാര്യം പറ. നിയമസഭയിലുള്ളത് സ്പീക്കർ, ലോകസഭയിലുള്ളത് സ്പീക്കർ, രാജ്യസഭയിലുള്ളത് ചെയർമാൻ. ഓക്കെ. വിച്ച് ഷെഡ്യൂൾഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് 3 ലിസ്റ്റ്? ഏത് ഷെഡ്യൂൾഡ് ആണ് 3 ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്? ഏതാണ്? 7th ഷെഡ്യൂൾഡ്. Who is the head of the Indian Audit and Account Department? ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നറിയപ്പെടുന്ന ആരാണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അയാളുടെ വിളിക്കുന്ന പേര് CAG. എന്താണ്? കംട്രോളർ ആൻഡ് CAG. Comptroller and Auditor General, CAG. CAG can removed by the president on the ground of and in the same manner as an dash removed. CAG റിമൂവ് ചെയ്യുന്നതും മറ്റൊരാളെ റിമൂവ് ചെയ്യുന്നതിൻ്റെയും ഗ്രൗണ്ട് ഒന്നാണ്. ഏതാണ്? ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് അല്ലേ? സുപ്രീം കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ ചാർജ് എന്താണ്? മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി. അതാണ് സ്വഭാവ ദൂഷ്യവും ഇൻകപ്പാസിറ്റിയും. ആളുടെ സ്വഭാവം തന്നെ ശരിയല്ലെങ്കിൽ എടുത്തു കളയാന്നാണ് പറയുന്നത്. മിസ്ബിഹേവിയർ. Who appoints Comptroller and Auditor General of India? Comptroller and Auditor General അപ്പോയിൻമെന്റ് ചെയ്യുന്ന ആരാണ്? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇദ്ദേഹത്തിന് ഒപ്പിടാൻ പോലുള്ള സമയം കാണത്തില്ല, എല്ലാവരെയും അപ്പോയിൻമെന്റ് ചെയ്യണ്ടേ. The time gap between the question hour and the agenda is known as dash. അജണ്ടയും ക്വസ്റ്റ്യൻ അവറും തമ്മിലുള്ള ടൈം ഗ്യാപ്പിനെ എന്തു പറയും? എവിടത്തെയാണ് ചോദ്യം? 0 hour. ഡിബേറ്റ്. Yes, 0 hour. The last session of existing Lok Sabha after the new Lok Sabha has been elected. എത്രയാണ്? Lame duck session. Lame duck session. The last session of existing Lok Sabha after the new Lok Sabha has been elected. പുതിയ ലോക്സഭയെ എലക്ട് ചെയ്തതിന് ശേഷം നിലവിലുള്ള ലോകസഭയുടെ അവസാനത്തെ സെഷനെ എന്തു പറയും? ലൈം ഡക്ക് സെഷൻ എന്ന് പറയും. അവർക്ക് അധികാരമില്ല എങ്കിലും അവർ കൂടി നയപരിപാടികളൊന്നും തീരുമാനിക്കാതെ പിരിയും. ലൈം ഡക്ക് സെഷൻ എന്ന് പറയും. അതൊന്നും കൂടെ പറയൂ. The last session of existing ലോക്സഭ, നിലനിൽക്കുന്ന ലോകസഭയുടെ അവസാനത്തെ സിറ്റിംഗ്. ആഫ്റ്റർ എ ന്യൂ ലോക്സഭ ഹാസ് ബീൻ എലക്റ്റഡ്. പുതിയ ലോകസഭാ അംഗങ്ങളെ എലക്ട് ചെയ്തതിന് ശേഷം അവസാനത്തെ ലോകസഭ പിരിച്ചുവിടുന്നതിന് വേണ്ടി എന്തു ചെയ്യും? ഒരു സെഷൻ നടത്തും. അതിനെയാണ് ലൈം ഡക്ക് സെഷൻ എന്ന് പറയുന്നത്. അവർ ഒരു നയപരമായ തീരുമാനങ്ങളും എടുക്കില്ല. മനസ്സിലായോ? ലൈം ഡക്ക് സെഷൻ എന്ന് പറയും. അടുത്തത്, ദി ഫസ്റ്റ് സ്റ്റേറ്റ് ടു മേക്ക് കമ്പൽസറി വോട്ടിംഗ് ഇൻ ദി ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഇന്ത്യയിൽ നിർബന്ധമായും വോട്ട് ചെയ്യണം എന്ന്, ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിർബന്ധമായും വോട്ട് ചെയ്യണമെന്ന് നിയമം നിർമ്മിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്.
കമ്പൽസറി വോട്ട്. വോട്ട് ചെയ്യാൻ അവകാശമുള്ളതുപോലെ വോട്ട് ചെയ്യാതിരിക്കാനും അവകാശമുണ്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. എങ്കിലും കമ്പൽസറി വോട്ട്. ദ പ്രൈം മിനിസ്റ്റർ ഹു ഫേസ്ഡ് മാക്സിമം നമ്പർ ഓഫ് നോൺ കോൺഫിഡൻസ് മോഷൻ, ഏറ്റവും കൂടുതൽ നോൺ കോൺഫിഡൻസ് മോഷൻ അതിജീവിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാ പ്രിയദർശിനി അല്ലെങ്കിൽ ഇന്ദിരാ നെഹ്റു ഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ കാലമെല്ലാം ഇന്ദിരാഗാന്ധിയുടെ കൈപ്പിടിയിലായിരുന്നു, ഏകാധിപത്യ ഭരണത്തിൻ്റെ ഒരു ഭാവമായിരുന്നു എന്നൊക്കെയാണ് പലരും വിമർശിക്കുന്നത്. എങ്കിലും നല്ല കാര്യങ്ങൾ ആവശ്യം പോലെ ചെയ്തൊരു പ്രധാനമന്ത്രിയാണ് കേട്ടോ. ദ വൈസ് പ്രസിഡന്റ് ഹു ലോസ്റ്റ് ഇൻ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പങ്കെടുത്തു പരാജയപ്പെട്ട വൈസ് പ്രസിഡന്റ് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ബൈറോൺ സിംഗ് ഷെഖാവത്ത്. ആരാണ്? പോയ ബൈറോൺ സിംഗ് ഷെഖാവത്ത്. അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു, തോറ്റുപോയി. ഓക്കെ, ദി വൈസ് പ്രസിഡന്റ് ഹു ലോസ്റ്റ് ഇൻ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, ബൈറോൺ സിംഗ് ഷെഖാവത്ത്. Any doubt? Yes. Sir, yes. വായിക്കട്ടെ? Yes, വായിച്ചോ, സംശയമില്ലെങ്കിൽ വായിക്കാം. സാർ അതല്ല സാർ, ആ ലൈം ഡക്കും കൂടി പറയൂ. ഏതാ? സെഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോക്സഭ. എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നിലനിൽക്കുന്ന. എക്സിസ്റ്റിംഗ് ലോക്സഭ, നിലനിൽക്കുന്ന ലോകസഭയുടെ അവസാനത്തെ സെഷൻ. ആഫ്റ്റർ എ ന്യൂ ലോക്സഭ ഹാസ് ബീൻ എലക്റ്റഡ്. പുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പഴയ ലോകസഭയുടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലനിൽക്കുന്ന ലോകസഭയുടെ അവസാനത്തെ സെഷൻ എന്തു പറയും? ലൈം ഡക്ക് സെഷൻ എന്ന് പറയും. മനസ്സിലായോ? സാധാരണ ഈ സെഷനിൽ മന്ത്രിമാർ മാത്രമേ പങ്കെടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഈ തോറ്റ എം പിമാരും ഈ നിലവിൽ എം പിമാരായവർ മത്സരിച്ചവർ പലരും തോറ്റു കാണുമല്ലോ. അവർക്കൊക്കെ ആശ്വാസത്തിന് വേണ്ടി ഒരു അവസാനത്തെ ഒരു കൂടിക്കാഴ്ച എല്ലാ എം പിമാരെയൊക്കെ ഒന്ന് കണ്ട് താങ്ക് യു, ജയിച്ചവർക്കൊരു കയ്യൊക്കെ കൊടുത്ത് വിഷ് യു ഓൾ ദ ബെസ്റ്റ്, ഞങ്ങളുടെയൊക്കെ കട്ടയം പടവും മടങ്ങിയിടേ എന്ന് പറയും. പിന്നെയാണ് ലൈം ഡക്ക് സെഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്, വായിച്ചോളൂ, കേൾക്കട്ടെ. വായിക്കുന്നില്ലേ? അതല്ല സാർ, ഈ 282ന്റെ ആൻസർ പറഞ്ഞ 35 ആണോ? The minimum age required to become the member of Rajya Sabha 35. പക്ഷെ അതല്ല, ഇതില് ഓപ്ഷൻ തന്ന തെറ്റാണ്. ഓപ്ഷൻ തെറ്റാ, അതൊന്നും നോക്കണ്ട, 35 ആണ് കേട്ടോ. 282ന്റെ ഓപ്ഷൻ എത്ര കിടക്കുന്നത്? ബി ആണ് കിടക്കുന്നത്. ബി ആണ് 30യോ? നോ 35 ആണ് കേട്ടോ. The minimum age requires to become the President of India 35. 282. The minimum age requires become member of Rajya Sabha 35. 283. Who acts as the guardian of the privileges of Lok Sabha members? Speaker. 284. Which schedule of the Constitution deals with the three listers? 7th schedule. 285.
Who is the head of Indian Audit and Accounts Department? CAG. 286. CAG can be removed by the President on same grounds and same manner as an judge of the Supreme Court is removed. Who appoints Comptroller and Auditor General of India? President of India. The time gap between the question hour and agenda is known as zero hour. 289. The last session of the existing Lok Sabha after a new Lok Sabha has been elected, lame duck session. 290. The first state to make compulsory voting in local self-government, Gujarat. 291. The Prime Minister who faced maximum number of no confidence motions, Indira Gandhi. 292. The Vice President who lost in the presidential election, Bhairon Singh Shekhawat. Yes, Sanju Mole. 81. The minimum age required to become the President of India, 35. 82. The minimum age required to become member of Rajya Sabha, 35. 83. Who acts as the guardian of the privileges of Lok Sabha members, Speaker, 84. With which schedule of the Constitution deals with the three lists? 7th schedule. 285. Who is the head of Indian Audit and Accounts Department, CAG? 286. CAG can be removed by the President on same grounds and in the same manner as an judge of the Supreme Court is removed. 287. Who appoints Comptroller and Auditor General of India? President. 288. The time gap between the question hour and agenda is known as zero hour. 289. The last sessions of the existing Lok Sabha after a new Lok Sabha has been elected, lame duck session. 290. The first state to make compulsory voting in local self-government, Gujarat. 291. The Prime Minister who faced the maximum number of no confidence motions, Indira Gandhi. 292. The Vice President who lost in the presidential election, Bhairon Singh Shekhawat. Any doubts? Yes, sir. Yes, we are moving for the last page of the Constitution. Okay. നമുക്ക് പഠിക്കാനുള്ള 303 ക്വസ്റ്റ്യനുകളിലെ അവസാനത്തെ ഭാഗത്തേക്ക് പോവുകയാണ്. ദ യങ്ങസ്റ്റ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഏറ്റവും പ്രായം കുറഞ്ഞ വൈസ് പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ആരാണ്? PD ഗാട്ടി. കണ്ടോ? അടുത്തത്, ദി ഫസ്റ്റ് വിമൻ സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ ആരാണ്? VS രമാദേവി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വിമൺ എന്ന കാറ്റഗറിയിലും അത് ചോദിക്കും കേട്ടോ. ഫസ്റ്റ് വിമൺ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ചോദ്യമുണ്ട്, ആ കാറ്റഗറിയിലും അത് വരും. ദ ഫസ്റ്റ് വിമൺ സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ VS രമാദേവി. അടുത്തത്, വിച്ച് സ്റ്റേറ്റ് ക്യാൻ അണ്ടർ ദ പ്രസിഡൻഷ്യൽ റൂൾ ഇൻ മാക്സിമം നമ്പർ ഓഫ് ടൈം? വിച്ച് സ്റ്റേറ്റ് കെയിം അണ്ടർ ദ പ്രസിഡൻഷ്യൽ റൂൾ ഇൻ ദ മാക്സിമം നമ്പർ ഓഫ് ടൈം? ഏറ്റവും കൂടുതൽ തവണ പ്രസിഡൻഷ്യൽ റൂൾ വന്ന സംസ്ഥാനം ഏതാണ്? ഏതാണ്? മണിപ്പൂർ അല്ലേ? മണിപ്പൂർ. അടുത്തത്, ദ ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് ഇന്ത്യ. ദ ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? ആരാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡുവിനെ എന്തറിയപ്പെടും? സരോജിനി നായിഡുവിനെ വേറൊരു പേരിൽ അറിയപ്പെടും. എന്താണ്? 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 സരോജിനി നായിഡുവിനെ വേറൊരു പേരിൽ അറിയപ്പെടും. എന്താണ്?
മിസ്സസ് സരോജിനിയെ ദ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ദി നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വാനം പാടി. ഓക്കെ, the power of pocket veto for the first time exercised by the president. ഡാഷ് പ്രസിഡന്റ്. ആരാണ് പോക്കറ്റ് വീറ്റോ ആദ്യമായി കൈകാര്യം ചെയ്ത ആള്? സെയിൽസിംഗ്, യാനി സെയിൽസിംഗ് എന്നാണ് മൊത്തം പേര് കേട്ടോ. 297 യാനി സെയിൽസിംഗ് പോക്കറ്റ് വീറ്റോ ആദ്യമായി ഉപയോഗിച്ച പ്രസിഡന്റ്. The first Malayali to contest in the presidential election. പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ആദ്യമായി പങ്കെടുത്ത മലയാളി ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി സഗാൾ. ഈ ക്യാപ്റ്റൻ പദവി എവിടുന്നാ കിട്ടിയേ? 298 ബി. സോറി, മാറിപ്പോയി. 298 ബി ആണല്ലേ. ബി ആർ കൃഷ്ണ അയ്യർ. ആരാണ്? ബി ആർ കൃഷ്ണ അയ്യർ. ബി ആർ കൃഷ്ണ അയ്യർ ആരായിരുന്നു? എവിടെയാണ്? ബി ആർ കൃഷ്ണ അയ്യർ കേരളത്തിൽ CPM-ന്റെ ഭരണത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. അദ്ദേഹം സുപ്രീം കോടതിയിലും ജഡ്ജിയായിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ മത്സരിച്ചു, തോറ്റുപോയി. കേട്ടോ, മനസ്സിലായോ? 299. The President of India is known as the People's President. The President of India, who is known as the People's President. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരുന്ന ഒരാള് ജനങ്ങളുടെ പ്രസിഡന്റ് എന്നറിയപ്പെട്ടു. ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം, തമിഴ്നാടുകാരനായ. അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ പൈസ ഇല്ലാഞ്ഞിട്ട് പത്രമിടാൻ പോയ, ന്യൂസ് പേപ്പർ ബോയിയായി ജീവിതം തുടങ്ങിയ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡൻ്റായെങ്കിലും അദ്ദേഹത്തിനെ ജനങ്ങളുടെ പ്രസിഡന്റ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ സ്വപ്നം കാണണം. പുതച്ചു മൂടിക്കിടന്ന് കാണുന്നതല്ല സ്വപ്നം. നമുക്ക് ഉറക്കം വരാതെ നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ കാണുന്നതാണ് സ്വപ്നം എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പുസ്തകത്തിൻ്റെ പേരെന്താ? വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ. എന്താണ്? അഗ്നിച്ചിറകുകൾ. അങ്ങനെ ചിന്തിക്കാൻ പോലും ബാക്കിയുള്ളവർക്ക് ഭയമായിരുന്നു. അഗ്നിച്ചിറകുകൾ. വേറൊരു പുസ്തകമുണ്ട്, അതിൻ്റെ പേരെന്താണ്? ഇഗ്നേറ്റഡ് മൈൻഡ്, ജ്വലിക്കുന്ന മനസ്സ്. നമുക്കിത് രണ്ടും തിരിച്ചാ. ഉറങ്ങുന്ന മനസ്സും വിടരാത്ത ചിറകുകളുമാണ്, അല്ലേ? വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ. ഇഗ്നേറ്റഡ് മൈൻഡ്, ജ്വലിക്കുന്ന മനസ്സ്. ഓക്കെ, ഹി ഈസ് നോൺ ആസ് ദ പീപ്പിൾസ് പ്രസിഡന്റ്. പിന്നെ അദ്ദേഹത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു. പ്രസിഡന്റ് കസേരയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ലോകത്തിലെ ITIയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻജിനീയറിംഗ് സ്ഥാപനങ്ങളിലും കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളിലും അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറായി ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന സമയത്തു കൂടി 1-ാം ക്ലാസ്സിലെ കുട്ടികൾ മുതൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുന്ന സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായി പോലും അദ്ദേഹം സംവാദം നടത്തിയിട്ടുണ്ട്. അത്രത്തോളം വിജ്ഞാനത്തിനുടമയായിരുന്നു APJ അബ്ദുൽ കലാം. ഓക്കെ, അടുത്തത്. The first budget of the Republic of India was presented by Dash. ആ ക്വസ്റ്റ്യൻ വേറെ രീതിയിലും ചോദിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരായിരുന്നു എന്നും ചോദിക്കും. കേട്ടോ,
ഇന്ത്യയിലെ ആദ്യത്തെ ബഡ്ജറ്റ്, ദ ഫസ്റ്റ് ബഡ്ജറ്റ് ഓഫ് റിപ്പബ്ലിക് ഇന്ത്യ വാസ് പ്രസന്റഡ് ബൈ ഡാസ്. ആരാണ്? ജോൺ മത്തായി. ആരാണ്? John Mathai. ജോൺ മത്തായി. ദ ഫസ്റ്റ് വുമൺ സ്പീക്കർ ഓഫ് ലോക്സഭ. ഇന്ത്യയിലെ ലോകസഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ ആരായിരുന്നു? മീര കുമാർ. ആരാണ്? Meera Kumar. മീര കുമാർ. Second last question. The popular national program which has inbuilt mechanism of social audit. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഇൻബിൽറ്റ് മെക്കാനിസം ഉള്ള നാഷണൽ പ്രോഗ്രാം എന്താണ്? എന്താണ് സോഷ്യൽ ഓഡിറ്റ്? സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കണക്ക് നോക്കുന്നതോടൊപ്പം ജനപ്രതിനിധികൾക്കും കണക്ക് നോക്കാം. സോഷ്യൽ ഓഡിറ്റ്. ഓക്കെ. ആ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ മെക്കാനിസം നിയമം മൂലം നടപ്പാക്കിയ ഇൻബിൽറ്റ് പ്രോഗ്രാം ദേശീയ പ്രോഗ്രാമാണ് ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, MGNREGS. അതിൻ്റെ പച്ച മലയാളത്തിലെ പേരെന്താണ് മക്കളെ? തൊഴിലുറപ്പ് പദ്ധതി. മനസ്സിലായോ? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. അതിന്റെ പേരെന്താണ്? തൊഴിലുറപ്പ് പദ്ധതി. അടുത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ട്. സിൻസ് 2014 the government of India decided to observe രാഷ്ട്രീയ ഏകതാ ദിവസ്. രാഷ്ട്രീയ ഏകതാ ദിവസ്, ഇന്ത്യയുടെ ഐക്യദിനം എന്ന് 2013 മുതൽ ഡിക്ലെയർ ചെയ്യപ്പെട്ട ദിവസം ഏതാണ്? 14 മുതൽ. ഏതാണ്? ഒക്ടോബർ 31. അതിൻ്റെ പ്രത്യേകത എന്താണ്? വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനം. മനസ്സിലായോ? രാഷ്ട്രീയ ഏകതാ ദിവസ്. പിടികിട്ടിയോ? Any doubt? ഇല്ല സാർ. യെസ്. അഖില മോള് വായിച്ചേ കേക്കട്ടെ. The youngest vice president of India, B.D. Ghati. 294. The first woman secretary general of Rajya Sabha, V.S. Ramadevi. 295. Which state came under the presidential rule in maximum number of times? Manipur. 296. The first woman governor of India, Sarojini Naidu. 297. The power of pocket veto for the first time exercised by the president, Zail Singh. 298. The first Malayali to contest in the presidential election, V.R. Krishna Iyer. 299. The President of India who is known as People's President, Dr. APJ Abdul Kalam. 300. First budget of Republic India was presented by John Mathai. 301. The first woman Speaker of Lok Sabha, Meera Kumar. 302. The popular national program which has an built mechanism for social audit, Mahatma Gandhi National Rural Employment Guarantee Scheme. 303. Since 2014, the government of India decided to observe Rashtriya Ekata Divas on October 31. Yes, Sanjisha മോളെ. Sir. 293. The youngest vice president of India, B.D. Ghati. 294. The first woman secretary general of Rajya Sabha, V.S. Ramadevi. 295. Which state came under the presidential rule in maximum number of times? Manipur. 296. The first woman governor of India, Sarojini Naidu. 297. The power of pocket veto for the first time exercised by the president,
Zail Singh. 98, the first Malayali to contest in the presidential election, B.R. Krishna Iyer. 299, the President of India, who is known as the People's President, Dr. APJ Abdul Kalam. 300, first budget of Republic India was presented by John Mathai. 301, the first woman Speaker of Lok Sabha, Meera Kumar. 302, the popular national program which has inbuilt mechanism for social audit, Mahatma Gandhi National Rural Employment Guarantee Scheme. 303, since 2014, the government of India decided to observe Rashtriya Ekta Divas on October 31. Yes,